ആ സാലറി. Good morning and welcome back to my YouTube channel Fanga Offered. And this vlog starts from this bed. Okay. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് എവിടെയാ? ഡോറയുടെ വീട്ടിലാണ്. അപ്പോൾ ഞാൻ എന്തിനാണ് ഡോറയുടെ വീട്ടിൽ വന്നതെന്ന് വെച്ചാൽ, before that I will show you someone and he's waiting for me and he is the reason behind I woke up at this time. എവിടെ? അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഡോറയുടെ വീട്ടിലാണ്. തൃശ്ശൂർ, ട്രിവാൻഡ്രം എന്നാണ് പറയാൻ വരുന്നത്. തൃശ്ശൂർ. ബ്രഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഞാൻ പറയുന്നതായിരിക്കും why I'm here. Okay. ഞാൻ കുറച്ച് മുന്നേ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. അപ്പോൾ ഞാൻ കരുതി ബാക്കി പുറത്ത് വന്ന് എടുക്കാമെന്ന്. പിന്നെ ലൈറ്റിംഗ് ഇഷ്യൂസ് നല്ലോണം ഉണ്ട്. എൻ്റെ ഇരിക്കുന്ന ഫോണെന്ന് പറയുമ്പോൾ ഞാൻ 2 വർഷം മുന്നേ മേടിച്ചതാണ്. സോ ലാഗും കാര്യങ്ങളും അല്ലെങ്കിൽ ചാർജിങ് ഇഷ്യൂ അങ്ങനെയൊന്നുമില്ല, ബാറ്ററി ഇഷ്യൂസ് കംപ്ലയിൻറ്റ്സ് അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഇതിന് ക്ലാരിറ്റി, ഫോണിൻ്റെ ക്യാമറയുടെ ക്ലാരിറ്റി ഇങ്ങനെ ഗ്രാജുവലി ഇങ്ങനെ കുറഞ്ഞ് വരുന്നു. പിന്നെ എനിക്ക് ഈ വ്ളോഗിങ് എടുക്കാനായിട്ടുള്ള ഈ ആഗ്രഹം വീണ്ടും ഉണ്ടെങ്കിൽ, അതിൽ ഞാൻ കൺസിസ്റ്റൻ്റ് ആവുകയാണെങ്കിൽ ഫോൺ വാങ്ങും. കാരണം ഇതൊക്കെ എത്ര നാളാണ് ഇടുന്നതെന്നൊന്നും അറിയത്തില്ല. പിന്നെ എന്തെങ്കിലും ഒരു വലിയ യൂട്യൂബറൊക്കെ ആവുകയാണെങ്കിലും ഇടും. ഓക്കെ. ഡോറയുടെ വീട്ടിൽ ഇന്നലെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എത്തിയായിരുന്നു. അപ്പോൾ എത്തിയിട്ടുള്ളത് എന്തിനെന്ന് വെച്ചാൽ, നമ്മൾ കോളേജിൽ വന്നപ്പോൾ മുതലേ കുറച്ച് കാര്യങ്ങളുണ്ട്. ലൈക്ക് എന്തായാലും നടക്കും, ഏത് ഇയർ ആണെന്നുള്ളൊരു കൺഫർമേഷനേ ഇല്ലാതുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ കുറച്ച് ഇവൻറ്റുകൾ. അപ്പോൾ അതിലൊന്നാണ് സാറയുടെ ചേച്ചിയുടെ കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാണ് സാറയുടെ ചേച്ചിയുടെ കല്യാണം. അപ്പോൾ ഞങ്ങൾ വന്ന ടൈമിന് തന്നെ നിധിയുടെ ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ് ഉണ്ടായിരുന്നു. വന്ന് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അത് കഴിഞ്ഞ് ചേച്ചിയുടെ കല്യാണമായി. അപ്പോൾ അതൊക്കെ നല്ലോണം അടിച്ചു പൊളിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഋഷിയുടെ ചേട്ടൻ്റെ കല്യാണം ഉണ്ടായിരുന്നു. അതും കഴിഞ്ഞ് സുഹൈദിൻ്റെ കാക്കയുടെ കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ 2 കല്യാണം കൊല്ലം, ഒരെണ്ണം മലപ്പുറം, പിന്നെ ഒരെണ്ണം ഇപ്പോൾ തൃശ്ശൂർ. അപ്പോൾ അപ്പോൾ ഈ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചോദിക്കണം, അല്ലെങ്കിൽ ചോദിക്കാതെ ആണെങ്കിലും പോകുന്ന ആണെങ്കിലും ഫണ്ട് സെറ്റാക്കണം. പക്ഷേ ഇതിനങ്ങനെയൊന്നും പ്രശ്നമില്ലല്ലോ. ഇപ്പം വീട്ടിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്, ആരും പോകണ്ടെന്ന് പറയത്തില്ല. അങ്ങനെ ഒരു അപ്പോൾ ഞാൻ സാറയുടെ വീട്ടിൽ ഓൾറെഡി പോയിട്ടുണ്ടായിരുന്നു. അത് ഏതെങ്കിലും വ്ളോഗ് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ പറയാം. ഞാൻ കോളേജിൽ വന്ന 1 മാസം തികഞ്ഞില്ല, അതിന് മുന്നേ ഞാൻ സാറയുടെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്, ലൈക്ക് അടുത്തുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ലൈക്ക് വന്ന ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ നമ്മളിങ്ങനെ അടുത്തൊരു ചെറിയ വെള്ളച്ചാട്ടം പോലെയൊക്കെ ഉണ്ട്, അവിടെയൊക്കെ പോയിട്ടുണ്ട്. അല്ലാണ്ട് ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നത് ഇതൊക്കെ സാറയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ സാറയുടെ ചേച്ചി കണ്ടിട്ടില്ല, കാരണം ചേച്ചി കാനഡയിലാണ്. അപ്പോൾ ഇന്നാണ് കാണാൻ പോകുന്നത്. അല്ലാണ്ട് ഫോൺ വഴിയും ഈ ഇൻസ്റ്റ അങ്ങനെയൊക്കെയുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. പിന്നെ ഞാൻ സാറയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാറേ എനിക്ക് നിൻ്റെ ഡ്രസ്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട. കാരണം എനിക്കിങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഇപ്പോൾ അവൾ എന്തെങ്കിലും പറയുകയോ അയക്കുകയാണെങ്കിൽ ഞാനിങ്ങനെ ഒരു സാധനം മനസ്സിലിങ്ങനെ ഇമാജിൻ ചെയ്തിട്ടായിരിക്കും ഞാൻ പോകുന്നത്. അപ്പോൾ എനിക്കങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഇല്ലാണ്ട് ആ ഒരു ഫ്രഷ് മൈൻഡോട് കൂടി അവളെ കാണുന്നുണ്ട്. കൈ കഴിച്ചപ്പോൾ എനിക്ക് നിർത്തേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഞാൻ സാറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവളുടെ ലുക്കൊന്നും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് പോയി ഇങ്ങനെ കാണാമല്ലോ. ഇനി ഞാൻ പോയി ഫ്രഷായി എൻ്റെ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ബാക്കി പറയാം. ചേടാൻ, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ബാക്കിയിരിക്കുന്ന കുട്ടിയെ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാവേ. കൊള്ളാമെന്ന് തോന്നുന്നു. ഫൈനൽ ലുക്ക് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. രാവിലെ എപ്പം ഇറങ്ങിയതാണ്?
7 മണിയുടെ ബസ്. ഓക്കെ. മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് വന്നേക്കുമായിരുന്നു. മലപ്പുറത്തുനിന്നേ ഇങ്ങനൊരു കോലത്തിലാണ് വന്നത്. എന്നിട്ട് ഇവിടെ വന്നിങ്ങനെ ഇരിക്കുവാണ്. ആക്ച്വലി നമ്മുടെ പരിപാടി എത്ര മണിക്കാണ്? 11 മണി കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ടൈമുണ്ട്, നല്ല ടൈമുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഡോറയുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റേഴ്സേ ഉള്ളൂ ഓഡിറ്റോറിയത്തിലോട്ട്. അതും നമുക്കൊരു സമയത്തിൻ്റെ ഒരു ഇതാണല്ലോ, പെട്ടെന്നെത്തും. ഓക്കെ, ഇനി ബാക്കി റെഡിയായി കഴിഞ്ഞതിന് ശേഷം കാണിച്ചു തരാം. ബൈ. ഓക്കെ, അപ്പോൾ നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടു. ഇനി എന്താ ഇടാൻ പോണേ? ആക്ച്വലി എനിക്കറിയത്തില്ല ഞാൻ ഒരു യൂട്യൂബർ ആവാൻ പോലും എലിജിബിൾ ആണോ എന്ന്. കാരണം എൻ്റെ ഒരു പ്രൊഡക്റ്റും ഇല്ല, ഞാൻ ഒന്നും കൊണ്ടുവന്നില്ല. ഞാൻ ലിപ് ബാം മാത്രമേ എടുത്തിട്ടുള്ളൂ, ഒരു ഐലൈനർ പോലും എടുത്തിട്ടില്ല. എന്തെന്നെങ്കിലും എവിടെന്നെങ്കിലുമൊക്കെ എടുക്കാമല്ലോ. അപ്പോൾ ഞാനൊരു ഉള്ളതൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്ത് തരികയാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഡോറയുടെ അനിയത്തി. അപ്പോൾ ഇന്ന് ഡോറയുടെ അനിയത്തിയാണ് എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നത്. ആദ്യം തന്നെ മോയ്സ്ചറൈസർ ഇട്ടു, പിന്നെ BB ക്രീം ഇട്ടു, പിന്നെ ഐലൈനർ വരച്ചു, അത് കഴിഞ്ഞിട്ട് ലിപ്സ്റ്റിക്ക് ഇട്ടു. ആ ലിപ്സ്റ്റിക്ക് തന്നെ ആയിരുന്നു ഐഷാഡോയും ബ്ലഷൊക്കെ ഇട്ടിട്ടത്. അങ്ങനെ മേക്കപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇതിനിടയിൽ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു അടുത്തത് ആരെ കല്യാണമാണ്. പിന്നെന്താ ഞാൻ പറയുമായിരുന്നു എൻ്റെ കൂടെ പഠിച്ച ഫ്രണ്ട്സിൻ്റെ, സ്കൂളിൽ പഠിച്ച ഫ്രണ്ട്സിൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞു, കുട്ടികളൊക്കെ ആയി. പക്ഷേ ഇവിടെയാണെങ്കിൽ ചേച്ചിമാരുടെയും ചേട്ടന്മാരുടെയൊക്കെ കല്യാണം കഴിയുന്നതേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയൊക്കെയോ ഇങ്ങനെ പറയുമായിരുന്നു. ഞാനൊന്ന് കരി വരയ്ക്കാനായിട്ട് പോയ ടൈമിൽ ഈ കുട്ടി എൻ്റെ സീറ്റ് ഒക്കുപ്പ് ചെയ്തു. ആൻഡ് നമ്മുടെ ഡോറ ഇവിടെ. ഡോറാസ് ഔട്ട്ഫിറ്റ് ഈസ് ദിസ്. മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ, കാണിച്ചു തരാം. പിന്നെ മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലും അതെ 3 വൈബ് മേക്കപ്പ് ചെയ്ത് ചേച്ചി നന്നായിരിക്കുന്നു. കുട്ടി സിമ്പിൾ മേക്കപ്പ് മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കാൻ പറ്റിയില്ല. അതെ, ഇതാണ് ആദ്യ കല്യാണമുള്ളത്. അങ്ങനെ ഞങ്ങൾ റെഡിയായി കഴിഞ്ഞ് നേരെ ഓഡിറ്റോറിയത്തിലോട്ട് പോവുകയാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്തൊരു വ്ളോഗിൽ ഇടുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നെക്സ്റ്റ് പാർട്ട് വിൽ ബി അപ്ലോഡഡ് സൂൺ. വൈഷ്ണവി അല്ല, ബൈ സ്നോപ്പി.